guys, we got a family. കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഒരാളെ അപ്പൊ ഞങ്ങളിതേ കാറിലാണ്. നമ്മുടെ ആദ്യമാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത് ചുന്തിരി പൊന്നായിട്ട്. അപ്പൊ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് താങ്ക്സ്. അപ്പൊ ആദിശ് പറഞ്ഞു തുടങ്ങിയിട്ട കാര്യങ്ങളൊക്കെ ഗൈസ് വിളിക്കുക. ആദിശ വിളിച്ച് അങ്ങോട്ട് തിരിഞ്ഞിട്ട് നാണമായി. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കും താടിയും പൊട്ടും ഒഫീഷ്യൽ, താടിയും പൊട്ടും ഫാൻഡ്. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാൻ. നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അപ്പൊ എല്ലാവിധ സപ്പോർട്ടുകളും സെക്കൻഡ് ചാനൽ താടിയും പൊട്ടും ടോക്സ്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഇന്നത്തെ പുതിയ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് വെച്ചോ, നമ്മളൊരു സന്തോഷകരമായ ഒരു ദിവസം. അതെ, നിറച്ച് ഭക്ഷണം കഴിക്കാൻ നമ്മളെ കുറച്ച് ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരകാരല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, കേട്ടതിനേക്കാൾ അക്രമമാണ് മുരുകൻ എന്ന സത്യം. യെസ് ഗൈസ്, 10 വർഷത്തിലും മേലെ പാരമ്പര്യമുള്ള 2 ബ്രാഞ്ചുകൾ അല്ലെ, 2 ബ്രാഞ്ചുകളുള്ള കിഡിലെന്ന് പറഞ്ഞ പുലികളുടെ അടുത്തേക്കാണ് തിരുവനന്തപുരത്തെ കിഡിലം വെറൈറ്റികള്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമസ്ഥ വെറൈറ്റികള്. അപ്പൊ അവര് നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അവിടേക്കാണ് നമ്മൾ പോണത്. അപ്പൊ നമ്മളെ അതെ അതിന്റെ പേര് പറയണ്ടേ? ട്രിവാൻഡ്രത്തിന്റെ വഞ്ചിയൂർ എന്ന് പറയുന്ന വഞ്ചിയൂരിന്റെ മാറിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റീം ബോട്ട് റെസ്റ്റോറന്റിലേക്കാണ് ഗായ്സ് നമ്മൾ പോകുന്നത്. ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മളെ അവർ ഇൻവൈറ്റ് ചെയ്തു ഒരു ഡിന്നർ, ഒരു ആഡിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം. എന്താ പറയാ, കിഡിലനാണ്, ഒരു അന്യായ സംഭവമാണ്. എന്താ പറയാ, നമ്മളെ അവര് വിളിച്ചപ്പോ ഈ റെസ്റ്റോറന്റിനെ പറ്റി നമ്മള് നോക്കിയായിരുന്നു. അപ്പൊ നോക്കിയപ്പോ ഞങ്ങള് ഇൻസ്റ്റയിൽ തപ്പിയപ്പോ കിഡിലൻ വെറൈറ്റി സാധനങ്ങളാണ്. ഒരുപാട് പേര് ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ കാണാത്ത ഫുഡുകളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ അവരതില് കൊറേ പേര് വ്ളോഗൊക്കെ അവിടെ ചെന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഒരു ഇൻവൈറ്റേഷൻ കിട്ടിയിട്ട് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷല്ലേ. പിന്നെ അത് മാത്രല്ല, നമ്മൾ കഴിച്ചിട്ടുള്ള ചില സാധനങ്ങളുണ്ട് അവിടെ. പക്ഷെ അതിലെല്ലാം വെറൈറ്റികൾ, അതിലും എന്താ പറയാ വെറൈറ്റികളായിട്ട്, അതാണ് ഞെട്ടിച്ച് കളഞ്ഞത് നമ്മളെ. അതിലും വെറൈറ്റികൾ സൃഷ്ടിച്ചിട്ട് അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറയുന്നതിനേക്കാൾ കാണിച്ച് പറയായിരിക്കും നല്ലത്. അപ്പൊ അതിന്റെ ഒരുപാട് സന്തോഷം. അവര് വിളിച്ച സ്റ്റീം ബോട്ടിന്റെ അവന്റെ പേര് പറയും, സിജിന് ഒരുപാട് താങ്ക്സ്. സ്റ്റീം ബോട്ട് റെസ്റ്റോറന്റിലെ എല്ലാ സ്റ്റാഫിനും ഓണേഴ്സിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ. വായിൽ വെള്ളം മൂഴുകയാണ് ഗൈസ്. ഞങ്ങൾ ഒരു വസ്തു കഴിക്കാണ്ടാണ് വരുന്നത് ഗൈസ്. വാടകയ്ക്ക് എടുത്ത് എന്റെ വയറ്റിന്നൊക്കെ വിശന്ന് കണ്ടുകൊണ്ടല്ലേ. സാധാരണ 4 ചായെങ്കിലും നേരത്തെ കഴിയേണ്ടതാണ്. പക്ഷെ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. ആദ്യം പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പൊ നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സിജിന് അവിടുത്തെ മാനേജറാണ്. മാനേജർ സിജിന് ഒരുപാട് മറക്കരുത്. സിജിന് നമ്മുടെ ഫോളോവറും കൂടിയാണ് ഇൻസ്റ്റയില്. അപ്പൊ പിന്നെ സിജിനും ഫാമിലിക്കും ഒരു വലിയൊരു ഹായ്, താങ്ക്സ്. പിന്നെ എന്താ പറയാ, എന്താണ്, സ്റ്റീം ബോട്ടാണ് റെസ്റ്റോറന്റിന്റെ പേര്. അവർക്ക് 2 ബ്രാഞ്ചുകളുണ്ട്. പിന്നെ ഒരെണ്ണം പട്ടത്താണ്. നമ്മളിപ്പോ പോകുന്നത് പുതിയ ബ്രാഞ്ചിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് വഞ്ചിയൂര് അല്ലെ, വഞ്ചിയൂര് പുതിയ ബ്രാഞ്ചിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെന്താ പറയാനുള്ളത്, വേറെ പറയാൻ വന്നത്, വേറെ എന്താ കാര്യമായിട്ട് പറയാൻ വന്നു. അപ്പൊ വേറെ എന്ത് പറയാൻ വന്നു മറന്നു. ഓർമ്മ വരുമ്പോ പറയാം.
സ്റ്റീം ബോട്ടിലേക്ക് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ഫുഡും കാര്യങ്ങളും നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അന്യായ സാധനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ പല സാധനങ്ങളും നോർമലി നമ്മൾ വീട്ടിൽ കഴിക്കുന്നതാണ്. പക്ഷെ അതിൽ വെറൈറ്റി കൊണ്ടുവരാന്ന് പറയുന്നത് വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ അതിൽ നമുക്ക് ഇത് പുട്ടാണ്. പക്ഷെ ഇതിലെന്തോ ഒരു വെറൈറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. അടുത്ത ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാനേജറോട് തന്നെ ചോദിക്കാം. നമുക്ക് ഇതൊക്കെയാണ് ഐറ്റംസ്, ഇതിൻ്റെ പേരുകൾ, വെറൈറ്റികൾ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ഇത് ഇവിടുത്തെ വെറൈറ്റി ഒരു ഐറ്റം തന്നെയാണ് കോഴിക്കോട്ട. പക്ഷെ നമ്മൾ കഴിക്കുന്ന കോഴിക്കോട്ട അല്ലാട്ടാ, ഇതിൽ അതുക്കും മേലെ എന്തോ വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഇത് വട്ടയപ്പം, അതും എന്തോ വെറൈറ്റി ആയിട്ടാണ്. ഇനി ഇതൊക്കെ എന്താണെന്ന് നമുക്ക് മാനേജറോട് ചോദിക്കാം. ഹായ്, ഹലോ. ഓക്കെ സിജിൻ. ഓക്കെ, നമ്മുടെ സ്റ്റീം ബോട്ടിന്റെ എല്ലാമായ സ്റ്റിജിൻ. അപ്പോൾ ഒരുപാട് കിടിലം വെറൈറ്റീസ് ഉണ്ടല്ലോ. എന്താണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വെറൈറ്റി ഐറ്റംസ്? കോമ്പോസ് ആയിട്ടുള്ളത് ഇപ്പം സ്റ്റാർട്ടറിൽ തുടങ്ങാം. ഇത് നമ്മുടെ കൊഴുക്കട്ടല്ല, കണവ നിറച്ച അരിപ്പിടിയാണ്. കൊഴുക്കട്ട ടൈപ്പ് തന്നെ സ്ഥലത്ത് സ്കിഡ് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിലൂടെ നമ്മളൊരു ഫിഷ് ഗ്രേവിയും കൂടെ ചേർത്ത് ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇതിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. ഇതൊരു ചൈനീസ് ടൈപ്പ് പ്രൊഫഷനാണ്. നമ്മളെല്ലാം സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ഒരു മൾട്ടി ക്വസിൻ ടൈപ്പായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ സ്റ്റാർട്ടർ ഇത് രണ്ടുമാണ് വരുന്നത്. പിന്നെ ഇതുമുണ്ട്, ഇത് മുട്ടയും ചമ്മന്തിയാണ്. അതായത് ഫ്രൈഡ് എഗ് ആണ്. ബാറ്റർ കോട്ട് ചെയ്തിട്ട് ഫ്രൈഡ്. അതിന്റെ അകത്ത് ചമ്മന്തി സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ കൂടെ ഇത് ഇവിടെ ടെസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചമ്മന്തി. അപ്പൊ ഇവരെ ഒരുമിച്ച് വെക്കായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ തെറ്റി. അതായത് അവര് സെർവ് ചെയ്തപ്പോ അവര് കറക്റ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. നമ്മള് അത് വേറെ രീതിയിലേക്ക് ഒന്ന് നീക്കി വെച്ചു. പക്ഷെ അതിന്റെ രീതികളുണ്ട്. അപ്പൊ നമ്മളത് പറയുന്നേക്കാളും നല്ലത്. പിന്നെ ഫുഡിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്ന കോംബോ ആണ് ഇത്. ചിക്കൻ മപ്പാസ് വട്ടയപ്പം കോംബോ. ഓക്കെ, മപ്പാസും വട്ടയപ്പം. ഓക്കെ. പിന്നെ പുട്ടും ഇതിലെന്ത് വെറൈറ്റി? അത് കുറച്ചൊരു പാൽപുട്ടാണ്. അത് ചെറിയൊരു സ്വീറ്റ്നെസ് വരും. പാൽപുട്ട് എന്നാണ് പറയുന്നത്. ഇത് അത് ചിക്കൻ ഗോഷ് എന്ന് പറയുന്ന ഡിഷാണ്. അതെ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ. അത് നമ്മൾ ഈ തന്തൂർ റൊട്ടിയുടെ കൂടെയും ഇതിന്റെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാം. നമ്മളിപ്പോൾ പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. വേറെ നമുക്ക് അപ്പവും ഇത് നെയ്മീൻ പാൽക്കറിയാണ്. പാൽക്കറി നമ്മൾ പ്രോൺസിലും ചെയ്തിട്ട് കൊഞ്ച് പാൽക്കറി അങ്ങനെയുണ്ട്. ഇതെന്താ സംഭവം? അത് പാൽക്കപ്പയും ബീഫ് റോസ്റ്റും കൂടെ. ഇവിടുത്തെ വെറൈറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് പാൽക്കപ്പ കിഴിയാണത്. പാൽക്കപ്പി ബീഫും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിഴിയാണ് ഗൈസ്. ഈ പറഞ്ഞ എല്ലാ ഐറ്റവും സ്ട്രീറ്റ് ഫുഡിന്റെ മാത്രം ഓൺ പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഗൈസ്. ഇത് വേറെ എവിടെയും കിട്ടില്ല. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്റ്റീം ബോട്ടിൽ തന്നെ വന്നിട്ട് ഇവിടെ തന്നെ വന്ന് ട്രൈ ചെയ്യണം. പട്ടത്തുണ്ട്, നമ്മുടെ ഈ വഞ്ചിയൂരുണ്ട്. അല്ല, ഇത് ഇവിടുത്തെ മാത്രം. ട്രിവാൻഡ്രത്തെ വഞ്ചിയൂരുള്ള നമ്മുടെ സ്റ്റീം ബോട്ടിലെ മാത്രം. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള എല്ലാവരും, തിരുവനന്തപുരം വഴി പോകുന്നവരും ഇവിടെ വരണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കാരണം ഇതൊക്കെ ഞാൻ പോലും കോഴിക്കോട്ടെയാണ് അല്ലെങ്കിൽ ഇത് ബോണ്ടയാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഈ പറഞ്ഞ എല്ലാ വെറൈറ്റികളും നടന്നിട്ടാണ് ഈ സംഭവങ്ങൾ ഗൈസ്. അപ്പൊ ഞങ്ങൾ ത്രില്ലടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് ഇത് കാണുമ്പോൾ അറിയാം നമുക്ക്. ഇത് വഞ്ചിയൂര്. അപ്പൊ അവിടെ വേറെ വെറൈറ്റികളാണോ? ഓഹോ, സ്റ്റീം ബോട്ടിൽ. ഇപ്പൊ ചില റെസ്റ്റോറൻറ്റിൽ അവരുടെ ഒരു മെയിൻ സാധനങ്ങൾ തന്നെയായിരിക്കും എല്ലാവർക്കും ഒരേപോലെ. പക്ഷെ ഇവരുടെ വഞ്ചിയൂരുള്ള സ്റ്റീം ബോട്ടിൽ വേറെ വെറൈറ്റി ഐറ്റംസ് ആണ്. ഇനി അത് കഴിക്കണമെങ്കിൽ അവിടേക്ക് പോകണം നിങ്ങൾ. അപ്പോൾ ആ വഴിക്ക് എളുപ്പമുള്ളവർക്ക് അവിടെ പോവുക. മഞ്ചേരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പട്ടത്ത് വേറെ ഐറ്റംസ് ആണ്, ഇവിടെ വേറെ വെറൈറ്റി ഐറ്റംസ് ആണ്. അവിടെ ഏതൊക്കെയാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റുകൾ? ഡൈനിങ് സ്പേസ് കുറവാണ്. ഇത്രയും നല്ല ഡൈനിങ് സ്പേസ് ഇല്ല. കൂടുതൽ ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അവിടെ ചെയ്യുന്നത്. അതിൽ നമുക്ക് അവിടെ കൂടുതൽ പോകുന്ന ലഞ്ചാണ്. അപ്പൊ നമുക്ക് ഉച്ചക്ക് മീൽസ്, പൊതിച്ചോറ്, ചട്ടിച്ചോറ് അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അവിടെ നമുക്ക് കഞ്ഞി കൂടുതലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ മെയിനായിട്ട് കഞ്ഞിയാണ്. കഞ്ഞി കോംബോ ആയിട്ട് വരുന്ന കഞ്ഞി. ഇത് അപ്പോ എന്താ പറയാ, നിങ്ങൾ ഇനി ഈ ഐറ്റംസ് ഒക്കെ അവിടെ കൊണ്ടുവരാൻ സ്പേസ് കുറവായിരുന്നു. എക്സ്പെരിമെന്റ് ചെയ്ത്
കണ്ടുപിടിച്ചെടുത്തത്. അതെ അല്ലേ, ഓക്കെ. ഇത് വേറെ ഒരു റെസ്റ്റോറന്റിൽ കിട്ടില്ല കേട്ടോ ഗൈസ്. ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും വേറെ റെസ്റ്റോറന്റിൽ കിട്ടില്ല. ഇവിടത്തെ മാത്രം ട്രേഡ് മാർക്കാണ്. ട്രേഡ് മാർക്ക് സാധനമാണ്, സീക്രട്ട് ആണ്. അതായിരിക്കും അവര് പറഞ്ഞു കൊടുക്കൂല. ഇപ്പൊ ഈ പറഞ്ഞ സത്യസന്ധമായിട്ട് ഞങ്ങൾ ഇതൊന്നും കഴിക്കാത്ത സാധനങ്ങളാണ്. ഞാനിത് കോഴിക്കോട്ടെയാണ് ചോദിച്ചു. പക്ഷെ ഞാൻ അവരടുത്ത് പറഞ്ഞു ഈ കോഴിക്കോട്ടയിൽ എന്താ അവർ ചെയ്തിട്ടുണ്ട് വെറൈറ്റി ഇത് മനസ്സിലായി. ഇതെന്താ പോണ്ടേ ചോദിച്ചു, അതിലെന്താ വെറൈറ്റി ഉണ്ടെന്ന് ചോദിച്ചു. ഈ വട്ടയപ്പം ഈ പുട്ടും ഇതൊക്കെ വെറൈറ്റി ചോദിച്ചു. ഇത് ശരിക്കും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു കോംബോ ചിലപ്പോ ഇവര് കേട്ടിട്ടുണ്ടാവില്ല ഗൈസ് അല്ലേ? ഇങ്ങനെ ഒരു കോംബോവും കേട്ടിട്ടില്ല. ഇവിടുത്തെ ഷെഫൊക്കെ ഇവിടുത്തെ ഷെഫൊക്കെ 10 വർഷമായിട്ട് നമ്മുടെ അവിടുത്തെ പട്ടത്തെ സ്റ്റീം ബോട്ട് 10 വർഷമായിട്ട് നമ്മളോട് വർക്ക് ചെയ്യുന്ന ഷെഫ് തന്നെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇന്ത്യൻ മലയാളിയാണ്, കേരളമാണ്. മലയാളിയുടെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. 10 വർഷത്തിലും മേലെയായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് സ്റ്റീം ബോട്ട്. അപ്പോൾ 10 വർഷമൊക്കെ റെസ്റ്റോറൻറ്റ് സക്സസ്ഫുള്ളി പോകാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഫുഡ് നല്ലതാണെങ്കിൽ പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ 1, 2, 3 കൊല്ലം കഴിയുമ്പോഴേക്കും അതൊക്കെ അടച്ചു കൂട്ടും. അപ്പോൾ അത് അത്രയും അടിപൊളിയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇനി ബാക്കിയൊക്കെ സിൻസിയറായിട്ട് ഞങ്ങൾ പറയുന്ന ആൾക്കാരാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം ഗൈസ്. ത്രില്ലിലാണ് ഗൈസ്, കഴിക്കാം. ഓക്കെ. ഹോട്ടലിന് ഞാൻ ഇരിക്കാണ്. അപ്പൊ എന്റെ കിളി വെറൈറ്റി ശേഖരാണ് ഗൈസ്. ഗൈസ് ഒരു രക്ഷയില്ല. എല്ലാം കിട്ടില്ല. നാട്ടിൽ സ്റ്റീം ബോട്ട്. ഇത് പൊന്നു വലിയ കോഴിക്കോട്ടാണ്. കോഴിക്കോട്ടാണ് അതുമല്ല നമ്മളെന്താന്ന് വിചാരിക്കുന്ന സാധനങ്ങളല്ല ഇവരുടെ ഇതെന്തോ ഒരു സർപ്രൈസ് എഗ്ഗും പോലത്തെ സംഭവം. ഇതൊന്നും വേറെ ഒരു റെസ്റ്റോറന്റിലും കിട്ടില്ല. ഇവരുടെ ഓൺ പ്രിപ്പറേഷൻ ആണ്. അപ്പുസാദാണ് ഏറ്റവും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞത്. പിന്നെ ഇത് ഇവരുടെ മറ്റേ ബ്രാഞ്ചിൽ കിട്ടില്ല. ഇപ്പൊ നമ്മൾ സഫയറിന്ന് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ സഫയർ അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഇന്ത്യൻ കോഫി ഹൗസിലും ആ ടേസ്റ്റ് തന്നെയായിരിക്കും. പക്ഷെ ഇതിലങ്ങനെയല്ല. നമ്മളിപ്പോ ഈ റെസിപ്പി ഇവിടെ കിട്ടുള്ളൂ. ഇതിപ്പോ പട്ടത്തുള്ള വഞ്ചിയൂരുള്ള പുതിയ വഞ്ചിയൂരുള്ള ഈ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ള ഈ ബ്രാഞ്ച്. പക്ഷെ 10 വർഷമായി പട്ടത്തുള്ളത് തുടങ്ങിയിട്ട്. ഇത്രയും സ്പേഷ്യസ് ഒന്നും അല്ല. അപ്പൊ അവിടെ അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ വേണം കൂടുതൽ അടിപൊളി പുതിയ പുതിയ സംഭവങ്ങള് പ്രിപ്പറേഷൻസ് ഒക്കെ വന്നിരിക്കണം. ഇത് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ഇത് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. സ്റ്റീം ബോട്ട് ഇത് കഴിക്കണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെ പോയിട്ട് കാര്യമില്ല. പട്ടത്തുള്ളവർക്ക് പട്ടത്തിലേക്ക് പോവാം. പക്ഷെ ഇത് കിട്ടില്ല. ഇത് കഴിക്കണമെങ്കിൽ വഞ്ചിയൂർ തന്നെ വരണം. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാ വയറിനോട് എന്നോട് പറയുന്നത് കൊതിയാവും. ഗൈസ്
ഇന്ദുവിനോടാ കളി. വെറൈറ്റി ഡെസേർട്ട്. നമ്മള് എല്ലാതും ടേസ്റ്റ് ചെയ്തു. പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഓരോ ഐറ്റംസാണ് ഓരോരുത്തർ 2 3 4 വെച്ചിട്ട് നമ്മൾ ചെയ്തത്. അപ്പൊ ഇനി ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ എടുത്ത് കഴിക്കാൻ പോവാണ്. ഓക്കെ, പാൽക്കപ്പ ഇവിടുത്തെ ഭയങ്കര വെറൈറ്റി ഉള്ള ഐറ്റാണ്. പാൽക്കപ്പയില് ബീഫിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കോഴിക്കോട്ടെ പോലെ സംഭവം ഫിഷാണ് ഫില്ല് ചെയ്തിരിക്കണത്. അക്കണ സംഭവം ഫിഷ് ഫില്ലിങ്ങാണെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കഴിക്കുന്നത് കോഴിക്കോട്ടാന്നല്ല, വേറെ എത്ര പേരാണ് നമ്മൾ പറയാത്തത്. കുറച്ചാൽ മതി. ഫിഷ് ഫില്ലിങ്ങാണ് എഴുതിയിരിക്കുന്നത്, നോർമൽ കോഴിക്കോട്ടല്ല. പാൽക്കപ്പ ബീഫിന്റെ ഫില്ലിംഗ് ആണിത്. ബീഫ് കംപ്ലീറ്റ് ചുറ്റും പാൽക്കപ്പ തേങ്ങ ചൂട് പീടായിരുന്നോണ്ട് നല്ല ചൂട്. ബീഫിൽ ടേസ്റ്റ് പാൽക്കപ്പ. ചിക്കൻ്റെ ഒരു കിടിലം റേറ്റ് ഉപ്പ് കൂട്ടിയിട്ടാണ് അതിൻ്റെ കോമ്പിനേഷൻ. അത് ഞാൻ ട്രൈ ചെയ്യുന്നത് ഇപ്പോഴാണ്. ഒരു പീസ് കാണുമ്പോൾ എനിക്ക് കൊതിയോടും നാടൻ വിഭവങ്ങളാണ്. പച്ചപ്പിന്മുളക് അരച്ചിട്ടാണ് തോന്നുന്നത്. റെസിപ്പി ഒരു പറഞ്ഞില്ലേ? ഐറ്റംസിൻ്റെ ഒക്കെ കൈപുണ്യം ആയത് കൈവഴിയെ പോയെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ആ ഷെഫിനെ നമുക്ക് വിളിക്കാം. സ്ട്രീം ബോട്ടിന്റെ നട്ടല്ലായ ഷെഫ്. ഹായ്, ഷെഫിന്റെ പേരെന്താ?
രാജേഷ് നാട് കരിമേലി. അപ്പൊ ഇതെല്ലാം ഓരോരോ കണ്ടുപിടുത്തങ്ങളാണ്, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ. അത് കണ്ടുപിടുത്തങ്ങളായിട്ട് വരുന്നു. ഇതിൽ കൂടുമ്പോൾ അതിൽ കുറഞ്ഞാൽ അത് വേറൊരു പേര്. പക്ഷെ ഐറ്റംസ് ഒക്കെ കിടലാണ്. അത് മാത്രല്ല, നമ്മളിത് കാണുമ്പോ കോഴിക്കോട്ട, വട്ടയപ്പം, ഇത് ഈ കപ്പ, ഇതൊക്കെ നമ്മുടെ വീട്ടിലും കിട്ടുമല്ലോ, നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷെ അത് കഴിച്ചു വരുമ്പോ അതിന്റെ ഫില്ലിങ്സും കാര്യങ്ങളും കൂട്ടുകളെല്ലാം ഒക്കെ വേറെ തന്നെയാണ്. അത് നമുക്ക് അടിപൊളി തന്നെയാണ്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പല കാര്യങ്ങളും കഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേട്ടിട്ടില്ല. കേൾക്കാത്തതാണെങ്കിൽ ഉണ്ട് ഇതില്. എന്തായാലും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒരുപാട് പേർക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് സ്റ്റീം ബോട്ട് വഴി കൊടുക്കാൻ കഴിയട്ടെ. അടിപൊളിയാവട്ടെ. ഇനിയും ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ. വാ, ഇന്ന് മാറി നിൽക്കണം, അറിയാണ്ട് മാറി നിൽക്കണ ആള്. നിങ്ങളുടെ കൂടെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഉള്ള ആളാണ്. അതെ, അവിടെ. അപ്പൊ അവിടെ ഇപ്പൊ ആരാ വെച്ചു? ആളുടെ ട്രേഡീസിന്റെ അതെ അതെ, അത് അവരുടെ മറ്റേ ട്രേഡ് സീക്രട്ട് ഉണ്ടല്ലോ, നമ്മുടെ മലയാളം KFC ട്രേഡ് സീക്രട്ട് പോലെ. അത് അവർ കൈമാറി കഴിഞ്ഞു അവിടെ. എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. പറയാതെ വയ്യാണ്ട് പപ്പൂസ് പോലും ഈ ഒരു ഐറ്റൊക്കെ എടുത്ത സമയത്ത് ബോണ്ട പോലെ നമുക്ക് ഫീൽ ചെയ്യാതെ കടിക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഇപ്പൊ മാക്സിമം അത് കടിച്ചപ്പോ എഗ് എന്ന് വിചാരിച്ചപ്പോ അതിന്റെ ഉള്ളിൽ മൊത്തം ഫില്ലിങ് ആയിരുന്നു. അത് കോക്കനട്ട് അല്ലേ? അത് പിന്നെന്താണ് വെച്ചിരിക്കുന്നത്? വേറെ പറയണ്ട, ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെല്ലാവരും ആക്കപ്പോ ഞാൻ പറയുന്നില്ലേ. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചോ. പിന്നെന്താ പറയാ, ഐറ്റംസ് ഒക്കെ കിടില്ല തന്നെയാണ്. ഇതൊക്കെ ചേട്ടൻ തന്നെ ഉണ്ടാക്കണാണ് എല്ലാതും ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ? ഒരു ടീമുണ്ട്. ഓക്കെ. ഇത് നേരത്തെ എന്താ ഇതിന്റെ പേര് പറഞ്ഞ? സ്പെഷ്യലുകളൊക്കെ മാറി മാറി വരും ഓരോ ദിവസങ്ങളിൽ, പല ദിവസങ്ങളിൽ അല്ലേ? കോമൺ ആയിട്ട് എപ്പോഴും എപ്പോഴും ഉണ്ടാവുന്നത് തന്നെയാണ്. എപ്പോഴും ഇപ്പൊ നമുക്ക് തന്ന ഈ ഐറ്റംസ് ഒക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. പ്ലസ് പുതിയ വേറെ സ്പെഷ്യലുകളൊക്കെ ഓരോ ദിവസം അതനുസരിച്ച് വേറെ ഉണ്ടാവും. ചെയ്തു കൊടുക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്കത് പറയാതെ വയ്യാത്ത. കാരണം നിങ്ങൾ ശരിക്കും മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യണം. അതായത് ഒരു ബ്രാഞ്ച് തുടങ്ങിയവർ അതിൽ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വേറൊരു ബ്രാഞ്ചൊക്കെ തുടങ്ങണമെങ്കിൽ അത് സക്സസ് ആയവർ തന്നെ, അല്ലാണ്ട് തുടങ്ങില്ലല്ലോ ആരും. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. പറ്റുമ്പോഴൊക്കെ ഞങ്ങളുടെ തൃശ്ശൂർ മരണം തുടങ്ങണം. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജില്ലകളിൽ തുടങ്ങട്ടെ. നല്ല നാടൻ ഭക്ഷണമാണല്ലോ ഇന്നത്തെ കാലത്തെ ഫാസ്റ്റ് ഫുഡുകളുടെ ഇടയിൽ. നാടൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മുടെ തലമുറയ്ക്ക് ഇപ്പൊ കിട്ടുന്നില്ലേ. അവർക്ക് കളറ് കലക്കിയ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനത്തെയൊക്കെ അവർ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവരും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, കളറൊന്നുമില്ല അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം, കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമ്മള് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. പാറ്റൂർ സിഗ്നലിൽ നിന്ന് മഞ്ചൂർ കോടതിയിലേക്ക് പോകുന്ന റോഡാണ്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സ്റ്റീം ബോട്ട്. ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് കാണാൻ നെയിം ബോർഡും കാര്യങ്ങളും ലൈറ്റ്സ് ഒക്കെ ആയിട്ട് കിട്ടലിന്റെ എൻട്രി ആണ്. അപ്പൊ നിങ്ങളിപ്പോ അവിടേക്ക് ഞാൻ ഡെസേർട്ട് ആയിട്ട് ഒരു പോക്ക് പോകാൻ പോവാണ് ഗൈസ്. അവിടെ പോയിരുന്ന് ഞാൻ എന്റെ പ്രണയകാലൊക്കെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അവിടെ ജാതി വൈബാണ് അവിടെ. അപ്പൊ നമ്മൾ ഇത്രയും ഫുഡും കാര്യങ്ങളും വീഡിയോ എടുക്കണതുകൊണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അവിടെ ആറ്റുകാൽ പൊങ്കാലയുടെ പൊങ്കാല പാട്ടും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് നമ്മൾ അകത്ത് കയറിയതാണ്. അപ്പോൾ ഡെസേർട്ടൊക്കെ ഞാൻ അവിടെ പോയിട്ട് ഔട്ട്ഡോർ വേറെ ഫീലിരുന്ന് നിരാശാകാമുകന്മാർക്ക് സ്വാഗതം, പ്രണയിക്കുന്നവർക്ക് സ്വാഗതം, കപ്പിൾസിന് സ്വാഗതം, ഫാമിലീസിന് സ്വാഗതം. അവിടെ പോയിരുന്ന ആംബിയൻസും നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഡെസേർട്ട് നമുക്ക് അവിടെ ട്രൈ ചെയ്യാം. നമ്മള് വീടുകളിൽ ആണുങ്ങൾ പണികളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയാ, അവരെ ചില ആളുകൾ ആളുകളോട് പണി ചെയ്യിപ്പിക്കാത്തവരുണ്ടാവും. പക്ഷെ ചില ആളുകൾ ഇഷ്ടത്തോടെ കുക്ക് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇന്ന് ലോകത്ത് വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ മുതൽ എല്ലാ സ്ഥലങ്ങളിലും നോക്കണമെങ്കിൽ ഷെഫുകള് ജെൻസാണ്, ബോയ്സാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു അവരാണ് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡ് കൂടുതൽ ഉണ്ടാക്കണേന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ലാണ്ട് പെണ്ണുങ്ങൾ വളരെ കുറവല്ലേ? മെയിൻ സ്ഥലങ്ങളിലൊക്കെ വലിയ ഷെഫുകളൊക്കെ ജെൻസാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവും ഇതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടേ, ചെയ്യണ്ടേ?
അങ്ങനെ വൈകുന്നറിയ ഫുഡില് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീട്ടില് അന്യായ വെറൈറ്റി ഡെസേർട്സും ഉണ്ട്. അപ്പോ ഇതാകണ്ട ഏതൊരു വെറൈറ്റി എന്തൊക്കെ വെറൈറ്റി ആണ് വെറൈറ്റി കൊണ്ട് വെറൈറ്റി സ്പെഷ്യൽ ചോക്ലേറ്റ് കഫ്കസിന്റെ കളിയാണ് കഴിച്ചിട്ടുണ്ടോ ഇതാ ചെയ്യണ ഇതൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് വയറ് നിറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രണയം എല്ലാം ഓർത്തുകൊണ്ട് വേറൊരു ഫീലിലിരുന്ന് എന്താ പറയാ നമ്മള് വേറൊരു ആംബിയൻസ് എന്തൊക്കെയോ തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് നമുക്കൊന്നും കാര്യമില്ല പിന്നെയും എനിക്കൊന്നും തോന്നുന്നു. അടിപൊളി സ്ഥലം. അപ്പൊ ഞാൻ ഔട്ട്ഡോർ ആയിട്ട് വന്നിരുന്നു എൻജോയ് ചെയ്തു. കല്ല് കൂടി ഇരിക്കുന്ന കപ്പിൾസ് ഇവിടെ ഒക്കെ വന്ന് നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. ഇതിൽ വേറെ ട്രൈ ചെയ്യണമെന്ന് അറിയാണ്ടൊക്കെ ഇരിക്കണം. എല്ലാം ട്രൈ ചെയ്ത് കിട്ടുന്നതാണ്. നോക്കാം. ഒരു പ്രണയപ്പാട്ട്, സമരത്തിലെ പാട്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ട് സ്റ്റീം ബോട്ടിൽ വന്ന ഒരു ബോട്ടിൽ ഇരിക്കുന്ന പോലെ തന്നെ അതേ അപ്പുറത്തൊക്കെ കണ്ട ചെറിയൊരു പൂളും ഫിഷൊക്കെ ഉണ്ട്. ഔട്ട്ഡോർ ആംബിയൻസ് എപ്പോഴും നല്ല തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ. അടിപൊളി തന്നെയാണ്. നമ്മളിപ്പോഴും വീടിൻ്റെ അകത്തിരുന്നല്ലേ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ പുറത്തൊരു ആംബിയൻസിൽ ഫുഡ് കഴിക്കുന്നത് അടിപൊളി തന്നെയാണ്. ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് ഫിൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ അറിയാലോ ഐസ്ക്രീമിന്റെ കാര്യത്തിൽ എന്നെ വലിയെന്തായാലും ഞാനങ്ങനെ എപ്പോഴും ഐസ്ക്രീം മേടിച്ചാലെന്ന് പറയാത്ത ആളാണ്. പക്ഷെ കിട്ടി കഴിഞ്ഞാൽ പടക്കും. ഞാനിപ്പോൾ എവിടേക്ക് നോക്കണേന്ന് നോക്കൂ. ഔട്ട്ഡോർ ആംബിയൻസ് അതിൽ ചെറിയൊരു പൂളും ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ നോക്കിക്കൊണ്ട് ചിരിച്ച് അവിടെ രണ്ടുപേര് നിൽക്കുന്നുണ്ട്. മാറി മാറി ധൈര്യം. ഐസ്ക്രീമും ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസൊക്കെ ഇതിന്റെ പേരൊന്നും നമ്മൾ ചോദിക്കില്ല. ഇതൊക്കെ ഏത് രീതിയിൽ ഏത് പേരിട്ട് തന്നാലും അങ്ങോട്ട് പടക്കുന്നത്. ഇതിലൊന്നും വിഷയമില്ല, പേരറിയണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ വീട്ടിൽ പോയി അറിഞ്ഞാലും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. ഔട്ട്ഡോറാണോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഓടി കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളി തന്നെയാണ്. ശരിയാണ്, അടിപൊളി ആംബിയൻസ്. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇവിടെ. നല്ല അടിപൊളി തന്നെയാണ്. കാരണം നമ്മൾ വീടിൻ്റെ അകത്തിരുന്നല്ലേ എപ്പോഴും ഫുഡ് കാര്യം കഴിക്കാം. അപ്പൊ നമ്മൾ ഔട്ടിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആംബിയൻസിൽ ഇരിക്കാൻ അടിപൊളി. അതെ, അത് മാത്രമല്ല ചെറിയ പൂളും ഒരു സെറ്റപ്പും ചെറിയ നൈസ് കാറ്റും ഇവിടെ ഇരിക്കുമ്പോൾ അടിപൊളി. അതിൻ്റെ ഒപ്പം നല്ല ലവ് സോങ്ങും ഒക്കെ ആകുമ്പോൾ പെടയും. ഇവിടെ പാട്ടൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ കോപ്പറേറ്റ് പറഞ്ഞാൽ അവര് ഓഫീസ് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയും പാട്ടുണ്ട്, കോപ്പറേറ്റ് കിട്ടും. പക്ഷെ പുറത്തുനിന്ന് നല്ല ആറ്റുകാൽ പൊങ്കാലയുടെ പാട്ടൊക്കെ വരുന്നുണ്ട്. ഗൈസ് ഇവിടെയും വെറൈറ്റി ഗൈസ്. നമുക്ക് മുളത്തണ്ടിൽ മുളനാഥന്മൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? മുളത്തണ്ടിൽ നിന്ന് വെള്ളം ഒഴുകിലേക്ക്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളം പാഴാക്കരുത്, അമൂല്യമാണെന്നുള്ള മെസ്സേജ് കാണിച്ചുകൊണ്ടാണ് സ്റ്റീം ബോട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ വരുന്നുള്ളൂ. ശരിക്കും ഒരു മുളക്കുറ്റി പോലെ അല്ലേ? കറക്റ്റ് മുളക്കുറ്റി പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും മുളയെന്ന് ഒഴുകി വരുന്നത് കണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണൊക്കെ ഇട്ടിട്ടുള്ള 24 കാരറ്റ് സ്വർണ്ണത്തിലുള്ള എന്താണ് ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട്. ഇതവിടെ കാണുന്നുണ്ട്. ഹായ്, എന്റെ പേര്. ഇവിടെ വരാറില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ അടിപൊളിയല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള ഇവിടുത്തെ വെറൈറ്റി ഏതാ? ഇവിടുത്തെ മറ്റേ കോഴിക്കോട്ടെ പുറത്തേക്ക് കഴിച്ചിട്ടുണ്ടോ? ഫില്ലിങ് ഇല്ല. പിന്നെന്താ ഒരു എഗ്ഗിന്റെ ഫില്ലിങ് ഒക്കെ. എന്തായാലും ഇവിടെ സ്ഥിരം വരാറുള്ള ഓരോ ദിവസം ഓരോന്നിട്ട് ഓരോ
ട്രൈ ചെയ്താൽ മതി. ഒക്കെ വെറൈറ്റി തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ആ മുളം തണ്ടിൽ നിന്ന് കൈ എഴുതും, മുളം തണ്ടിൽ നിന്ന് കൈ എഴുതും. വെള്ളം മൂലല്ലേ മറ്റേന്നൊക്കെ പറഞ്ഞ ചാതി ചീറ്റിങ്ങല്ലേ ഭയങ്കരമായിരിക്കും. പക്ഷെ കറക്റ്റാണ് സ്റ്റീം ബോട്ടിന്റെ ഐഡിയ. സൂപ്പർ. Nagaland. Nagaland. Hi. Nagaland. What's your name? Tama. Say hi for your Come. Come, come. It's Nagaland. Steamboat. Mr. Chanel, I'm welcome to it. Thank you. You're always welcome. Guys, അപ്പൊ നമ്മളങ്ങനെ സ്ട്രീം ബോട്ടിന്റെ ടീമിന്റെ കൂടെയാണ്. Yes, നമ്മളവിടെ വന്ന് അടിപൊളി ഫുഡൊക്കെ നമുക്ക് തന്നു. സൂപ്പർ ആയിരുന്നു. ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ഒക്കെ അവർ തന്നു. അതെ അതെ. സ്റ്റീം ബോട്ട് ഫാമിലിയുടെ ഒപ്പം നമ്മളിപ്പോ നിൽക്കാണ്. അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഫുഡിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്തുള്ളവരും ട്രിവാൻഡ്രത്തുള്ളവരെല്ലാം ഒറ്റ തവണയെങ്കിലും കയറി ഇവിടെ ട്രൈ ചെയ്യണം. അഫോർഡബിൾ പ്രൈസിൽ 90 സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് 300 വരെയുള്ള അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ വരണം എല്ലാവരും. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. പട്ടത്തുള്ള ബ്രാഞ്ച് അവിടെ എവിടെയായിട്ട് വരിക? പട്ടം മെഡിക്കൽ കോളേജ് പട്ടത്തുള്ളവർ അടുത്തുള്ളവരാണെങ്കിൽ അവിടെ ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് ഇവിടെ എത്തിയോളും. അവിടുത്തെ ഇവിടത്തേക്ക് വിഭവങ്ങൾ കുറേയൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലൊക്കേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ അടിപൊളി സ്റ്റീം ബോട്ട് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മെയിനായിട്ട്. ഓക്കെ, ഫോളോവേഴ്സ് ഇൻ ഇൻസ്റ്റാഗ്രാം താടിയുംപോട്ടും, ഒഫീഷ്യൽ പേജ് താടിയുംപോട്ടും, ഫാൻ ഗേൾ താടിയുംപോട്ടും. അപ്പൊ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ജോയിൻ ചെയ്യാം. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്ത അടിപൊളി വീഡിയോ ആയി കാണുമ്പോഴേക്കും താടിയുംപോട്ടും കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ.